ഏത് വിഷയത്തിലാണ് വി.എസ്. ഇടപെടുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് അദ്ദേഹം എങ്ങനെ ഇടപെടും എന്നുള്ളത് നമുക്കറിയാം. എന്തൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടും എന്നുള്ളത് അറിയാം. ഇടപെട്ടാൽ തന്നെ ഏത് തരത്തിലായിരിക്കും അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഓരോ വിഷയത്തിലും അദ്ദേഹം ഇടപെട്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത്, അതിപ്പോൾ നിയമപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും എന്തൊക്കെ സംഭവിച്ചിരുന്നു ഓരോ കേസുകളിലും അദ്ദേഹം അറ്റൻഡ് ചെയ്തതിൽ എന്നുള്ളത് നമുക്കറിയാം. അതിപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്തതിനേക്കാൾ പ്രതിപക്ഷത്തിരുന്ന് ചെയ്ത നേതാവാണ് വി.എസ്. എന്ന് ഓരോരുത്തരും പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രത്തോളം ശക്തനായിരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിരുന്ന് അദ്ദേഹത്തിന് ഒരു സമൂഹത്തെ ആകെ കയ്യിലെടുക്കാൻ, ഇല്ലെങ്കിൽ അവരുടെ എല്ലാം മനസ്സിൽ കയറിയിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എത്രത്തോളം ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ, ഇല്ലെങ്കിൽ ഒരു ജനനായകൻ, ഇല്ലെങ്കിൽ ഒരു ജനകീയനായ പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ എത്രത്തോളം സക്സസ് ആയ യാത്രയാണ് വി.എസ്. നടത്തുന്നത് എന്നുള്ളതിന്റെ കാഴ്ച കൂടിയാണ് ഓരോ പോയിന്റുകളിൽ നിന്നും നമുക്ക് ഓരോ മുദ്രാവാക്യത്തിൽ നിന്നും മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ അറിയാം, പല 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 രാഷ്ട്രീയ നേതാക്കളും പിന്നോട്ട് നിൽക്കുന്ന, ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനോ ഇടപെടാനോ മടിക്കുന്ന വിഷയങ്ങളിൽ പോലും വി.എസ്. എത്ര കൃത്യതയോടെ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. അതായത് അഴിമതിക്കെതിരെ അദ്ദേഹം എത്രത്തോളം ശക്തമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് എഴുതിയ കത്തുകളിലും അദ്ദേഹം സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോഴും ഇല്ലാത്തപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും അദ്ദേഹം ഏത് തരത്തിൽ പാർട്ടിക്കുള്ളിലും പുറത്തും പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെയൊക്കെ നേർസാക്ഷ്യം വഹിച്ച ആളുകളുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. അദ്ദേഹം കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച മനുഷ്യരുണ്ട്. സ്വാഭാവികമായിട്ടും ആ നന്ദിയും ആ വിശ്വാസവും, ഇല്ലെങ്കിൽ ആ സ്നേഹവുമാണ് ഓരോ പ്രവർത്തകരും അദ്ദേഹത്തിന് വഴിനീള നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കാഴ്ച കൂടിയാണ് വിലാപയാത്രയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, സ്നേഹമാണ് ഒരു തരത്തിൽ വിപ്ലവ സൂര്യൻ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളത് വിപ്ലവം പറയുന്ന, വിപ്ലവം കാണിക്കുന്ന എല്ലാ നേതാക്കൾക്കും പറ്റുന്ന കാര്യമായിരിക്കണമെന്നില്ല. ജനങ്ങൾക്കിടയിലൂടെ നടക്കുക എന്നുള്ളത് അതൊരു വേറെ മനുഷ്യന് സാധിക്കുന്നതാണ്. അത്തരത്തിൽ എത്രത്തോളം മനുഷ്യരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വി.എസിന് സാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയല്ലേ ഓരോ സ്ഥലത്തും ഓരോ പോയിന്റുകളിലേക്കും എത്തുമ്പോൾ മനസ്സിലാക്കുന്നത്, ആ യാത്രയ്ക്കൊപ്പം നടക്കുമ്പോൾ തന്നെ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേശവദാസപുരം കഴിഞ്ഞ് ഉള്ളൂരിലേക്ക് എത്തുന്ന വഴിയിൽ ഉടനീളം ആളുകളായിരുന്നു വി.എസിനെ അവസാനമായി കാണാൻ. ഉള്ളൂരിൽ വലിയ ജനാവലിയാണ്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞത് കേശവദാസപുരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഈ വിലാപയാത്രയിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതല്ല, ഇപ്പോൾ ഉള്ളൂരിലാണ് വലിയ ജനാവലി വി.എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ ജനാവലി ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഇങ്ങനെയെങ്കിൽ ഏത് സമയത്ത് ആലപ്പുഴയിലേക്ക് വി.എസുമായുള്ള ഈ വിലാപയാത്ര ആലപ്പുഴയിൽ ഏത് സമയത്ത് എത്തിച്ചേരുമെന്ന് പറയാൻ ഒരു തരത്തിലും കഴിയാത്ത നിലയിലുള്ള ആളുകൾ ആണ് വി.എസിന് അവസാനമായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളൂരിലെ ആറാമത്തെ CPM തീരുമാനിച്ച കേന്ദ്രമാണ് ഉള്ളൂരിലുള്ളത്. അവിടെ വിലാപയാത്ര എത്തിയപ്പോഴാണ് നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. പൂർണ്ണമായും റോഡും ഗതാഗതവും ഒക്കെ സ്തംഭിച്ച നിലയിൽ വി.എസിന് അഭിവാദ്യം അർപ്പിക്കാൻ ഈ റോഡിന് ഇരുഭാഗങ്ങളിലുമായി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. CPM തീരുമാനിച്ച കേന്ദ്രങ്ങൾക്കപ്പുറം ഓരോ സ്ഥലങ്ങളിലും, അതായത് ഓരോ സ്ഥാപനങ്ങളിലും കടകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലാതെ അതിന്റെ പരിസരങ്ങളിലുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ഒക്കെ റോഡിന് ഇരുവശവുമായി വന്നു നിന്ന് വി.എസിനെ അവസാനമായി കാണുകയും അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച വിലാപയാത്രയിൽ ലഭിച്ച വലിയ തരത്തിലുള്ള അന്ത്യാഭിവാദ്യം ഉണ്ടായിരുന്നു. അതിന് ഒക്കെ സമാനമായ രീതിയിൽ മറ്റൊരു നേതാവിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ അന്ത്യയാത്രയാണ് ഇപ്പോൾ വി.എസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ AKG സെന്ററിലൊക്കെ കണ്ട കാഴ്ച നമ്മൾ പറഞ്ഞപ്പോൾ വലിയ ജനാവലി അവിടെ ഒഴുകിയെത്തുകയും അണമുറിയാതെ മുദ്രാവാക്യം മുഴക്കി കണ്ണേക്കരലെ വി.എസ്. ഇല്ല, നിങ്ങൾ മരിക്കില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ കണ്ടതാണ്. 12 മണിയോട് നേരം പോലും ആ പൊതുദർശനം നീണ്ടുപോയി എന്നുള്ളതാണ്. അതിനുശേഷവും വി.എസിന്റെ വീട്ടിലേക്ക്, തിരുവനന്തപുരത്ത് വീടിക്കകത്തെ വീട്ടിലേക്ക് എത്തിച്ചപ്പോഴും വലിയ ജനാവലി അവിടേക്കും മുദ്രാവാക്യം മുഴക്കി എത്തുന്ന കാഴ്ച കണ്ടു. രാവിലെ വി.എസിന്റെ വീട്ടിലും ഒപ്പം തന്നെ ദർബാർ ഹാളിലും വലിയ ജനാവലിയെ കണ്ടു. അതിനെല്ലാം അപ്പുറമുള്ള
ജനാവലിയാണ് വി എസിന് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വി എസ് നാടിന് എന്താണോ നൽകിയത് അത് വി എസിന് ഇപ്പോൾ നാട് തിരിച്ചു നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ധന്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നൊരു നേതാവിന് അങ്ങനെ ലഭിക്കുന്നതല്ല ഈ ജനകീയ അംഗീകാരം എന്ന് പറയുന്നത്. അത് വി എസ് ചെറിയ പ്രായം മുതലേ നടത്തിയ പോരാട്ടങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും, രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒക്കെ നടത്തിയതിൽ നിന്ന് ആർജിച്ചെടുത്തതാണ് അത് ജനങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്നത്. ആ അംഗീകാരമാണ് വി എസിന് അവസാനമായി ഇപ്പോൾ അന്ത്യാഭിവാദ്യമായി ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ധന്യ. ശരി, വിജിലേക്ക് വരാം. അടുത്ത ഇപ്പോൾ ഉള്ളൂരിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ശ്രീകാര്യമാണ്. ശ്രീകാര്യത്ത് ലിജോ റോളൻസ് ഉണ്ട്. ലിജോ ഇതുവരെ കണ്ടതല്ല. കാരണം നമുക്കറിയാം സിറ്റിക്കകത്തുള്ള ആളുകൾ ഇന്നലെ മുതൽ തന്നെ വി എസിനെ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലുമൊക്കെ ആളുകൾ കണ്ടു കഴിഞ്ഞു. അത്രയധികം ആളുകൾ എത്തിക്കൊണ്ടിരുന്നിരുന്നു ഉള്ളൂർ വരെ. പക്ഷെ ശ്രീകാര്യത്തേക്ക് എത്തുമ്പോൾ, ശ്രീകാര്യം കഴിയുമ്പോൾ അത് മാറും. അത് വലിയ ജനക്കൂട്ടമായി മാറാനുള്ള സാധ്യത. ശ്രീകാര്യത്ത് എത്രത്തോളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പാർട്ടി കൂടുതൽ വേരുറപ്പിച്ച സ്ഥലങ്ങളാണ് ഇനി വരാനിരിക്കുന്നതെല്ലാം. സ്വാഭാവികമായിട്ടും അത്രയധികം ആളുകളെയും അവിടെ പ്രതീക്ഷിക്കണം. ഇപ്പോൾ തന്നെ വളരെ സ്ലോ ആയിട്ടാണ്, ഇപ്പോൾ തന്നെ 3 മണിക്കൂറിലേക്ക് അടുക്കുന്നു സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും സിറ്റി കടന്നിട്ടില്ല, ഉള്ളൂരെത്തിയതേ ഉള്ളൂ. ശ്രീകാര്യത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തകർ വി എസിനെ സ്വീകരിക്കുന്നത്, കടത്തിവിടുന്നത്, യാത്രയാക്കുന്നത്?